ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപകളും സൗഖ്യവും അഭിഷേകവും ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. ദാവീദ് രാജാവ് എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായി തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ദാവീദ് രാജാവ് എഴുതി വച്ചിരിക്കുകയാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 26-27 തിരുവചനങ്ങളിൽ വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ദാവീദ് രാജാവ് ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സാവൂൾ രാജാവ്, അതോടൊപ്പം മറ്റുള്ള രാജാക്കന്മാരായിട്ടുള്ള യുദ്ധങ്ങൾ, അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകിയ വ്യക്തികൾ, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിലൂടെ പഠിച്ച് സങ്കീർത്തൻ രൂപത്തിലൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഈ ദാവീദ് രാജാവ് വലിയ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, നിഷ്കളങ്കതയുള്ളവർക്ക് ദൈവവും അവരോട് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ പെരുമാറുന്നു. എന്നാൽ വളരെ കപടമായ ബുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ വളരെയധികം ഗൂഢലക്ഷ്യങ്ങളോടുകൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ക്രൂരമായി പെരുമാറുന്നവർക്ക് ക്രൂരമായി മറുപടി ലഭിക്കുന്നു. തീർച്ചയായിട്ടും അനുതപിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ആ കാരുണ്യം അനന്തമാണെന്നും ആ കാരുണ്യം, സ്നേഹം, സത്യം അതൊക്കെ ഒത്തിരി അനന്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അനുതാപമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രൂരരോട് ക്രൂരമായി ദൈവം പ്രവർത്തിക്കുന്നു, നിഷ്കളങ്കരോട് നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്നു. പല കാര്യങ്ങൾക്കായിട്ട് ദൈവത്തെ കാണാനും ദൈവവുമായിട്ട് ഒരിടപെടൽ നടത്താനും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പൂജ്യരാജാക്കന്മാർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹെറോദസും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പൂജ്യരാജാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി വന്നതിന് ശേഷം എനിക്കും പോയി അവനെ കാണേണ്ടതിന്, ആരാധിക്കേണ്ടതിന് നിങ്ങൾ ആ വഴിയും അഡ്രസ്സൊക്കെ എനിക്ക് കൃത്യം പറഞ്ഞു തരണം. പക്ഷേ ഹെറോദസിൻ്റെ ലക്ഷ്യം ദൈവത്തെ കാണുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഈശോയെ ആരാധിക്കുകയായിരുന്നില്ല. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഗൂഢലക്ഷ്യങ്ങളായിരുന്നു, സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളായിരുന്നു. എന്നാൽ പൂജാരാജാക്കന്മാർ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, ഉണ്ണിയേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവരുടെ മനസ്സും ആഗ്രഹവും നിഷ്കളങ്കമായിരുന്നു. ദൈവം നക്ഷത്രം വഴി അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ നക്ഷത്രം കറക്റ്റായിട്ട് ഉണ്ണിയേശു കിടന്ന ആ സ്ഥലത്ത്, പുൽക്കൂട്ടിൻ്റെ അരികിൽ, ഉണ്ണിയേശുവിൻ്റെ അരികിലേക്ക് ആ നക്ഷത്രം എത്തുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നിഷ്കളങ്കരോട് നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. ഹെറോദസ് ഈശോയെ, ഉണ്ണിയേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ ദൈവം അതിനുള്ള വഴിയൊരുക്കിയില്ല. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സക്കേവൂസ് എന്ന മനുഷ്യൻ, അദ്ദേഹം ചുങ്കക്കാരനായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ദ്രോഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, സ്വാർത്ഥപരമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോയെ കാണാനുള്ള ആഗ്രഹം, ആത്മാർത്ഥമായിട്ടുള്ളൊരാഗ്രഹം, നിഷ്കളങ്കമായ ഒരാഗ്രഹം വന്നു. അദ്ദേഹം സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആ തിരക്കുകൾക്കിടയിലും ഈശോ ആ മനുഷ്യൻ്റെ ആഗ്രഹത്തെ കണ്ട് അനുഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവർ, ബർത്തമ്യൂസ് എന്ന് പറയുന്ന അന്ധനായ യാചകൻ, ആ അന്ധനായ യാചകനും ഈശോയെ കാണാൻ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്.
ഈശോയുടെ ശക്തി ഒന്ന് അനുഭവിക്കുവാൻ, ഈശോയിലൂടെ സൗഖ്യം നേടുവാൻ. അതാണ് ബർത്തിമേയുസും ആഗ്രഹിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, നിഷ്കളങ്കരോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, ആത്മാർത്ഥ കാണിക്കുന്നവരോട് ആത്മാർത്ഥമായി പെരുമാറുന്നു, വിശ്വസ്തരോട് അവൻ വിശ്വസ്തത കാണിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോഴും ദൈവത്തോട് ഇടപഴകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ വിശ്വസ്തതയും ഈ നിഷ്കളങ്കതയും ഈ നിർമ്മലതയും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും ആദ്യമായിട്ട് ശൂന്യാകാശത്തേക്ക് പോയ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് വായിക്കാനിട വന്നു. അപ്പോൾ അദ്ദേഹം 1961 അന്ന് ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നും ഈ വ്യക്തിയെ ഇങ്ങനെ ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന പേടകത്തിലേക്ക് പല വ്യക്തികളുണ്ടായിരുന്നു. അതിലൊരാളെ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേടകത്തിൻ്റെ വലുപ്പക്കുറവ്, അതിനാൽ പൊക്കക്കുറവുള്ള ഒരാൾ വേണമായിരുന്നു, നല്ല ഫിറ്റായിട്ടുള്ള ഒരാൾ വേണമായിരുന്നു, ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് യൂറി ഗഗാറിനെയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അവസരം കിട്ടി. 1961 ഭൂമിയെ പ്രദക്ഷിണം വെച്ച് വിജയപൂർവ്വം അദ്ദേഹം തിരിച്ചെത്തി യൂറി ഗഗാറിൻ. ഒരുപക്ഷെ അദ്ദേഹം പിന്തുടർന്ന പ്രത്യയ ശാസ്ത്രം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അഹങ്കാരം കൊണ്ടോ അദ്ദേഹം ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോകത്തോട് പറഞ്ഞതായിട്ട് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്: ഐ ഡിഡ് നോട്ട് സീ എനി ഗോഡ് അപ്പ് ദെയർ. ഞാൻ ശൂന്യാകാശത്തിൽ ഒരു ദൈവത്തെയും കണ്ടില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ ദൈവത്തെ നിന്ദിക്കുന്ന വിധത്തിലുള്ള ദൈവം ഇല്ല എന്നുള്ള വിധത്തിലുള്ളൊരു സംസാരമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ദൈവത്തെയും ശൂന്യാകാശത്തിൽ കണ്ടില്ല എന്നുള്ളത്. എന്നാൽ പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന യൂറി ഗഗാറിനെ കുറിച്ച് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന 7 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു ആകാശത്ത് തന്നെ ഒരു പരീക്ഷണ പറക്കലിൽ അവിടെ വെച്ചൊരു അപകടമുണ്ടായി. ആകാശത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയാണ്. ഈ യൂറി ഗഗാറിൻ 7 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ വായിച്ച ആ പുസ്തകത്തിൽ ആ ഗ്രന്ഥകാരൻ തന്നെ അല്പം പരിഹാസപൂർവ്വം അതിലെഴുതി വച്ചിരിക്കുകയാണ്: ശൂന്യാകാശത്ത് കണ്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തെ ആ ആകാശത്ത് വെച്ച് തന്നെ യൂറി ഗഗാറിൻ 7 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടു എന്ന്. വാസ്തവത്തിൽ സ്നേഹമുള്ളവരെ, ദൈവത്തെ നിന്ദിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഹെറോദസ് ദൈവത്തെ കാണാതെ പോയത്, അല്ലെങ്കിൽ അതിനുള്ള അവസരം ദൈവം കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് യൂറി ഗഗാറിന് ദൈവത്തെ കാണാൻ കഴിയാതെ പോയത്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ദൈവത്തെ തേടുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു വ്യക്തിയുടെ നിയോഗശുദ്ധി, ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ദൈവത്തെ കാണുന്നത്, എന്തിനാണ് ദൈവത്തെ തേടുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദ്ദേശശുദ്ധി ദൈവം നോക്കുന്നു. അപ്പോൾ ഹെറോദസ് ഉണ്ണിയേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ കാണാൻ സാധിച്ചില്ല, ദൈവത്തിനുള്ള അവസരം കൊടുത്തില്ല. അല്ലെങ്കിൽ യൂറി ഗഗാറിൻ ശൂന്യാകാശത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ലെങ്കിൽ പോലും, അദ്ദേഹം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ അവസരം ലഭിക്കാതിരുന്നതിൻ്റെ കാരണം അദ്ദേഹം വിശ്വാസത്തോടു കൂടിയല്ല ദൈവത്തെ അന്വേഷിച്ചത്, ഉദ്ദേശശുദ്ധിയോടുകൂടിയല്ല ദൈവത്തെ അന്വേഷിച്ചത്. അതുകൊണ്ടായിരിക്കണം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി, നിയോഗശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ചാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അതാണ് ദാവീദ് രാജാവ് തന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു വെക്കുന്നു: വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത കാണിക്കുന്നു, നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് അവിടുന്ന് നിർമ്മലമായി പെരുമാറുന്നു, ദുഷ്ടരോട് അവിടുന്ന് ക്രൂരമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവത്തെ തേടുന്ന വ്യക്തികളുടെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. സക്കേവൂസ് പാപിയായിരുന്നിട്ടും ചുങ്കക്കാരനായിരുന്നിട്ടും ഒത്തിരിയേറെ സമ്പത്ത് പാവപ്പെട്ടവരിൽ നിന്ന് തട്ടിച്ചെടുത്തവനായിരുന്നിട്ടും
അദ്ദേഹത്തിന് ദൈവത്തെ കാണാനായത് എന്തുകൊണ്ടാണ്? ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ പോകുന്ന ഈശോയെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചത് നല്ല ലക്ഷ്യത്തോടു കൂടെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പാപിയായിരുന്നിട്ടും മനുഷ്യർ വെറുക്കപ്പെട്ടവനായിരുന്നിട്ടും ഈശോ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി, അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിച്ചു, കൂടുതൽ മാനസാന്തരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. സ്നേഹമുള്ളവരെ, ബർത്തേമിയോസ് ഈശോയെ അന്വേഷിച്ചത് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടിയായിരുന്നു. ഈശോയെ കാണണം, ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കണം, അവൻ്റെ അനുഭവം എനിക്ക് കിട്ടണം. ആ ഉദ്ദേശശുദ്ധി ഈശോ മനസ്സിലാക്കി ബർത്തേമിയോസിന് സൗഖ്യം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടു. അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോഴും, നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും, ദേവാലയത്തിൽ പോകുമ്പോഴും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും, ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയവിശുദ്ധി, ഹൃദയം ശുദ്ധമായിരിക്കുന്നവർക്കാണ് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അതുതന്നെയാണ് ദാവീദ് രാജാവ് തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കുറിച്ചു വച്ചിരിക്കുന്നത്. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്ത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായി പെരുമാറുന്നു, ദുഷ്ടരോട് ക്രൂരമായി പെരുമാറുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി പ്രവർത്തിക്കുവാൻ, ദൈവസന്നിധിയിൽ നിർമ്മലമായി പെരുമാറുവാൻ, ദൈവത്തെ ഉദ്ദേശശുദ്ധിയോടുകൂടി അന്വേഷിക്കുവാൻ, ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, അങ്ങനെ ദൈവാനുഭവത്തിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് നിറയാനും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിഷ്കളങ്കതയ്ക്ക് ചേരാത്തത്, നിർമ്മലതയ്ക്ക് ചേരാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് അത് വിശുദ്ധീകരിക്കാനും ദൈവകൃപയാൽ നിറയാനും പ്രത്യേകിച്ച് തുടർന്നുള്ള ആരാധനയിൽ പ്രാർത്ഥിച്ചൊരുങ്ങാം. അതിൽ ഈശോ നമ്മളെ ആരാധനയോടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയുടെ തെരുവീഥികളിലൂടെ ഈശോ നടന്നുപോയപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ശക്തി, രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശക്തി,
ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന്, ഈശോയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരികയാണ്. ആ ശക്തിയാൽ, അത്ഭുത ശക്തിയാൽ രോഗസൗഖ്യങ്ങൾക്കായും അത്ഭുതകരമായ വിടുതലിനായും അഭിഷേക നിറവിനായും നമ്മളുടെ മക്കളുടെ വിജയങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. ദാവീദ് രാജാവ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും, അത്രയും വർഷം അദ്ദേഹം കണ്ടതും കേട്ടതുമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മനോഭാവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. വിശ്വസ്തരോട് വിശ്വസ്ത പുലർത്തുന്ന ദൈവം, നിഷ്കളങ്കരോട് നിഷ്കളങ്കമായി പെരുമാറുന്ന ദൈവം, നിർമ്മലമായി പ്രവർത്തിക്കുന്നവരോട് അപ്രകാരം പ്രവർത്തിക്കുന്ന ദൈവം, ദുഷ്ടരെ വെറുതെ വിടാത്ത ദൈവം. അതേ സ്നേഹമുള്ളവരെ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിശ്വസ്തമായൊരു ജീവിതം നയിക്കുവാൻ, നിഷ്കളങ്കമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ നിഷ്കളങ്കമായ മനസ്സോടെ ഈശോയെ തേടിയ പൂജ്യരാജാക്കന്മാർക്ക് നക്ഷത്രം വഴി ഈശോയെ കാണാനായി. എന്നാൽ ദുഷ്ടമനസ്സോടെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച ഹെറോദസിന് ദൈവം അനുവദിച്ചു കൊടുത്തില്ല. അതേ സ്നേഹമുള്ളവരെ, കർത്താവ് മനുഷ്യരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഹൃദയവിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. ശൂന്യാകാശത്തിലൂടെ യാത്ര ചെയ്ത യൂറി ഗഗാറിൻ പറഞ്ഞു, എനിക്കൊരു ദൈവത്തെയും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അത് വിശ്വാസത്തോടു കൂടിയുള്ളൊരു അന്വേഷണമായിരുന്നില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആരൊക്കെ നിഷ്കളങ്കതയോടെ അന്വേഷിക്കുന്നു, നിർമ്മലമായ ഹൃദയത്തോടെ അന്വേഷിക്കുന്നു, വിശുദ്ധമായ ഹൃദയത്തോടെ അന്വേഷിക്കുന്നു, അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാനുള്ള അവസരം നൽകുന്നു. അവരുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്നു, അവരുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം കടന്നു വരുന്നു. ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതേ ദൈവത്തെ തേടുമ്പോൾ നിഷ്കളങ്കമായി തേടാനും നിർമ്മലമായി തേടാനും ഹൃദയവിശുദ്ധിയോടുകൂടി തേടാനും ദൈവാനുഭവം കൊണ്ട് നിറയാനും അനുഗ്രഹം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ദാസരിലേകണമേ. കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ശക്തിയുടെ അഭിഷേകം കടന്നു വരട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഉണർവോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ,
സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, എല്ലാവരും ചേർന്ന് വിശുദ്ധിയിനഭിഷേകം ദാസരിലേകണമേ. ഉണർവോടെ ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം ദാസരിലേകണമേ. എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം കുടുംബത്തെ ദാസരിലേകണമേ. സമർപ്പിച്ച് മക്കളെ സമർപ്പിച്ച് ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം ഒരിക്കൽ കൂടെ ദാസരിലേകണമേ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം, വലിയ കൃപ, വലിയ സൗഖ്യം, വലിയ അനുഗ്രഹം, അഭിഷേക നിറവ്, കൃപ 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 നിറയട്ടെ, 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 അഭിഷേകം ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും വിശ്വസ്തരോട് വിശ്വസ്തമായും നിർമ്മലരോട് നിർമ്മലമായും ദുഷ്ടരോട് ക്രൂരമായും ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തന്ന ആ വാക്യം നമുക്ക് ഉൾക്കൊള്ളാം. ദൈവത്തിനു നിഷ്കളങ്കതയോടെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.